ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു ഹോം മെയ്ഡ് പാനിപ്പൂരി റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് റവ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മിക്സ്ചർ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെയുള്ള ആ ഒരു പരുവമാക്കിയെടുക്കണം. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മാവ് കുറച്ച് സമയമെടുത്ത് വേണം കുഴയ്ക്കാൻ. അതായത് ഇതിൽ റവ കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് ഹാർഡായി പോകും. അത് കാരണം കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ്ചറിലാക്കി എടുക്കുക. പിന്നെ അതിനുശേഷം ഇതിനെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുത്തു. എന്നിട്ട് ഇതിനെ ചെറിയ സർക്കിളാക്കി ഇങ്ങനെ എടുത്തു. എൻ്റെ കയ്യിൽ അച്ചൊന്നും ഇല്ലായിരുന്നു, ഞാനൊരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു വട്ടം കൊണ്ട് ഞാനത് ശരിയാക്കി എടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ പൊങ്ങി വരാൻ പാടാണെങ്കിൽ ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇതുപോലെ തന്നെ പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഠാപ്പാനിയാണ്. മീഠാപ്പാനി അല്ലെങ്കിൽ മധുരപ്പാനി. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പുളി ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ അലിയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാനിപ്പൂരി മസാലയാണ്. ഞാനിവിടെ പാനിപ്പൂരി മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ശർക്കര ചുരുക്കിയത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം കുരു കളഞ്ഞത് 3-4 എണ്ണവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ അലിയിച്ച് വെക്കണം. പിന്നെ ഇതിനെ തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് ഈ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം അലിയിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പാനിപ്പൂരി മസാലയും പിന്നെ ശർക്കര ചുരുക്കിയതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് ഇതിനെ തിളപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇതിനുശേഷം നമുക്ക് വേണ്ടത് തീക്ക കട്ടപ്പാനിയാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് മിൻറ്റ് ലീവ് വേണം. 2 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീവ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാനിപ്പൂരി മസാല ഒരു 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഫിംഗ് ആണ്, അതായത് ആലു മസാല. ഇതിനായിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കുറച്ച് കടലയും ഒരു 2 സ്പൂൺ കാണും, കുറച്ച് സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പാനിപ്പൂരി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.